ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസൊക്കെ കാണി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒത്തിരി പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നോക്കി ട്രൈ ചെയ്ത് നോക്കി നല്ല അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്ന്. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ പതുക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വൈനൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സുഗിയനാണ് ഉണ്ടാക്കുന്നത്. സുഗിയൻ വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സുഗിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. സുഗിയൻ ഉണ്ടാക്കാൻ 1 കപ്പ് ചെറുപയർ നല്ലതുപോലെ കഴുകി പ്രഷർ കുക്കറിൽ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറുപയർ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ കുതിരാനൊന്നും വെച്ചില്ല. പ്രഷർ കുക്കറിലാവുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. ചെറുപയർ കൂടുതൽ വെന്തുടഞ്ഞൊന്നും പോകരുത്. അപ്പോൾ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാകത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. നിങ്ങളുടെ കുക്കറിൻ്റെ പാകം നോക്കി ചെറുപയർ വേവിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. ഞാൻ സുഗിയൻ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ശർക്കര സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ശർക്കര സ്റ്റൗവിൽ വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ചെറുപയർ ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുപയർ സ്വല്പം വെള്ളമുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഊറ്റി വേണമെങ്കിൽ കളയാം. ചെറുപയറിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കണം. ശർക്കര ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ശർക്കരയിൽ ചിലപ്പോൾ കല്ലും മണ്ണൊക്കെ ചിലപ്പോൾ കാണും. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. ശർക്കരയെല്ലാം ചെറുപയറ് പിടിക്കുന്നവരൊന്ന് കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ആ ഭാഗം കട്ടായി പോയതാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് ചേർക്കാൻ മറക്കരുത്. ഇപ്പോൾ ചെറുപയറും നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചെറുപയർ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിത് മുക്കി വറുക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാനൊരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദക്ക് പകരമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഞാൻ ഇടിയപ്പത്തിൻ്റെ നമ്മൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 2-3 നുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സുഗിയന് കുറച്ച് കളറ് കിട്ടും. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെള്ളം പോലെ ആയി പോകരുത്. കൂടുതൽ വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുക്കി വറുക്കുമ്പോഴത്തേക്ക് സുഗിയൻ്റെ പുറത്ത് പിടിക്കില്ല. മാവ് കൂടുതൽ കട്ടിയാകാനും പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ബാറ്ററി കാണുന്ന പോലെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. കൂടുതൽ കട്ടിയുമില്ല, കൂടുതൽ ലൂസും അല്ല, അങ്ങനത്തെ ഒരു പാകത്തിലാണ് കലക്കിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കണം. ഉരുളകളുടെ വലിപ്പം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് വലിയ ഉരുള വേണമെങ്കിൽ വലുതായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ സുഗിയൻ മതിയെങ്കിൽ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. എല്ലാ ചെറുപയറും കൊണ്ടും നമുക്ക് ഇതുപോലെ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ സുഗിയൻ ഉണ്ടാക്കാനുള്ള ചെറുപയറെല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ടകൾ നമുക്ക് മാവിലിട്ട് നന്നായിട്ട് മുക്കിയെടുക്കണം. മാവ് ചെറുപയർ ഉരുട്ടി വെച്ചേക്കണതിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് പിടിക്കണം. ബാറ്റർ കൂടുതൽ വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ സുഗിയൻ്റെ പുറത്ത് നന്നായിട്ട് കോട്ടായി കിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല പാകത്തിന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. സുഖിയൻ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററിൽ മുക്കി വെച്ചിരിക്കുന്ന ഉണ്ടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സുഖിയനെല്ലാം ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. സുഖിയൻ കുക്കായി വരാനായിട്ട് കൂടുതൽ സമയമൊന്നും വേണ്ട. ഫില്ലിംഗ് എല്ലാം നമ്മൾ നേരത്തെ കുക്ക് ചെയ്തത് കൊണ്ട് പുറം മാത്രം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. സുഖിയൻ ഇട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിടാം. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സുഖിയൻ്റെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള സുഖിയനെ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഞാൻ പറഞ്ഞ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 15-16 സുഖിയൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയും നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായ നമ്മുടെ സുഖിയൻ റെഡിയായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്